എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി 8 മണിക്ക് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മണ്ണൊത്തിയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു ശങ്കരാസ് എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ വന്ന് സാധനം മേടിച്ച ആൾ 70 രൂപയുടെ സാധനം മേടിച്ചിട്ട് പൈസ കൊടുത്ത സമയത്ത് 50 രൂപയുടെ നോട്ടിൽ രണ്ടായിട്ട് കീറിയിട്ട് അത് ഒരു ഒട്ടിച്ച നോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേക്കറി ഉടമ അത് മേടിക്കാനായിട്ട് കൂട്ടാക്കാഞ്ഞതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ ബേക്കറി മുഴുവനും അടിച്ച് തകർത്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു സംഭവം നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഞാനതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്നും എടുത്തു വച്ചിട്ടില്ല. ഈ ഒരു ബേക്കറി എന്ന് പറയുന്നത് വിനോദ് എന്ന് പറയുന്ന, അതായത് മണ്ണൊത്തിയിൽ തന്നെയുള്ള വിനോദ് എന്ന് പറയുന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബേക്കറി. അത് അടിച്ച് നശിപ്പിച്ച ആ ഒരു വിദ്വാൻ്റെ പേരെന്ന് വെച്ചാൽ ജോയി എന്നാണ്. ഇതിൽ എല്ലാത്തിലും ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പരാതി പ്രകാരം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് ഇവരുടെ പരാതി പ്രകാരം പോലീസ് വന്നിട്ട് ഇവരെ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി, ജോയി എന്ന് പറയുന്ന ആളിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, കേസ് പോലും എടുക്കാതെ അയാളെ വിട്ടയച്ചു എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി ഈ ഒരു കാര്യത്തിലുണ്ടായിരിക്കുകയാണ്. വരദരപ്പള്ളി പോലീസാണ് പ്രതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കേസെടുക്കാതെ വിട്ടിരിക്കുന്നത്. എന്താല്ലേ, ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആവശ്യമുള്ള കാര്യത്തിന് പ്രതികരിക്കേണ്ട കാര്യത്തിന് പ്രതികരിക്കുന്നില്ല, എന്നാൽ ആവശ്യത്തിൽ ചില കാര്യങ്ങളിൽ ഓവറായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സാറന്മാരുടെ ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സഹോദരൻ്റെ ദേഹം മുഴുവനും അടിച്ചു പൊട്ടിച്ചത്, സമരം നടന്നതിൻ്റെ ഇടയിൽ ആ ഒരു സമയത്ത് ഒരു സഹോദരനെ അടിച്ച് പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ പുറം മൊത്തം അടിച്ച് മെഴുകിയത്. അതേസമയം ഇങ്ങനെ കാണിക്കുന്നവന്മാരെയാണോ കൂട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങ് വിട്ടയക്കുന്നത്, കേസ് പോലും എടുക്കാണ്ട് വിട്ടയക്കുന്നത്? ശരിക്കും ഇവന്മാരെയല്ലേ രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത്? നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരു പോലീസുകാർ വരുന്നു, കൊണ്ടുപോകുന്നു, തിരിച്ചതുപോലെ അയക്കുന്നു. അപ്പോൾ ഒരു ബേക്കറി ഇങ്ങനെ അടിച്ച് തകർത്തിട്ട്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ഒരു അടിച്ച് നശിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കാരണം എല്ലാ സാധനങ്ങളും ഭക്ഷിക്കാനുള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. കണ്ണാടി ഉൾപ്പെടെ നശിപ്പിച്ചു, അടിച്ചു പൊട്ടിച്ചു, നശിപ്പിച്ചു, എടുത്തെറിഞ്ഞു, അങ്ങനെ പലതരത്തിലുള്ള അലിമ്പ് പരിപാടികൾ അയാൾ അവിടെ പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഭക്ഷണ സാധനങ്ങളാണ്. നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നമ്മൾ വിശപ്പടക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റെന്ത് കാര്യത്തെക്കുറിച്ചും ആലോചിക്കുന്നത്. പലരും ബുദ്ധിമുട്ട് കൊണ്ടും കഷ്ടപ്പാടുകളും കൊണ്ടും ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ വിശപ്പടക്കാനുള്ള കാര്യം അവരെന്തായാലും ചെയ്തിരിക്കും, അല്ലേ? വിശപ്പടക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ചെയ്തതെന്താണ്? മനുഷ്യർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, എത്രയോ പേര് ആഹാരമില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിൽ തന്നെ. എത്രയോ തവണ ഞാൻ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്തരത്തിലുള്ള വീഡിയോകളായതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര ശ്രദ്ധയൊന്നും കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ വ്യൂസ് വളരെ കുറവായിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ അങ്ങനത്തത് എത്ര വ്യൂസ് കുറവാണെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണം എറിഞ്ഞു എന്നുള്ളത് ആ കടയിൽ അത്രയും വലിയ ദുരന്തം, അല്ലെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കി, നഷ്ടം അവർക്ക് ഉണ്ടാക്കി. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ ഗുരുതരം എന്ന് പറയുന്നത് ഭക്ഷണമാണ് എറിഞ്ഞ് നശിപ്പിച്ചത്. അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെ തിരികെ വിട്ടയച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ഓൺ ദി സ്പോട്ടിൽ യുവന്മാർക്ക് തക്കതായ ശിക്ഷ കോടതി വിധിച്ച് യുവന്മാരെ തടവിലടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഒരു അണ്ടനും അടകോടനും ആരെയും പേടിയില്ലാത്തൊരവസ്ഥയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ നിയമത്തെ ആർക്കും ഭയമില്ല. അതുകൊണ്ട് തന്നെയാണ് 50 രൂപയുടെ നോട്ട് കീറിയ നോട്ട് കൊടുത്താൽ ആരാണ് എടുക്കുക? നമ്മളാരെങ്കിലും മേടിക്കുമോ? നമുക്കാരെങ്കിലും കീറിയ നോട്ട് തന്നാൽ? അത് മേടിക്കാഞ്ഞതിൻ്റെ പേരിൽ ഒരു കട മുഴുവൻ നശിപ്പിച്ചു എന്ന് പറയുന്നത് എത്ര കഠിനമായിട്ടുള്ള, എത്ര ധാർഷ്ട്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ആ കടയിൽ
4 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. 4 ലക്ഷം രൂപയുടെ നഷ്ടം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെന്തിനാ മൂക്കിൽ കൈവച്ചിരിക്കും. 5-6 ബേക്കറി സാധനങ്ങൾക്ക് എന്താ 4 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന്. 4 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പറയുന്നത് അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നല്ല രീതിയിൽ അയാൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവൻ കാണിച്ച ഈ അഹമ്മതിക്ക്, ഈ അഹങ്കാരത്തിന് 4 ലക്ഷം രൂപ അല്ല, 4 കോടി കൊടുത്താലും മുതലാവില്ല. കാരണം അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് നശിപ്പിച്ചത്. ഒരിക്കലും നമ്മൾ ഭക്ഷണം നശിപ്പിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കിട്ടാഞ്ഞ് വിശന്ന് കരഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട്. കാരണം ഞാൻ തന്നെ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫാമിലിയിൽ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് ആ വിശപ്പ് വരുന്ന സമയത്ത് വീട്ടിൽ കാണിച്ചു വയ്ക്കുന്ന പരാക്രമത്തെയൊക്കെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷേ അതൊന്നും വേണ്ടത്ര ശ്രദ്ധ നേടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഈ വൃത്തികെട്ടവനെ വിട്ടയച്ചത് ഒട്ടും ശരിയായിട്ടില്ല. അതിന് യോജിക്കാനായിട്ട് പറ്റത്തുമില്ല, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നാളൊരു സമയം ഒരു കേസോ വല്ലതും വരികയാണെങ്കിലും മിക്കവാറും അവൻ തടി തപ്പും. അവന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം മാത്രം മതി. കാരണം ഡിപ്രഷൻ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ആയിരിക്കും നാളൊരു സമയം വാർത്ത വരുന്നത്. നിങ്ങൾ കണ്ടോ? അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും അയാളെ വെറുതെ വിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അല്ല, ഇപ്പോൾ സമൂഹത്തിൽ അതാണല്ലോ നടന്നു വരുന്നത്. എന്തും ഏതും കാണിക്കും, എന്ത് അഹങ്കാരം വേണമെങ്കിലും കാണിക്കും. എന്നിട്ട് അവസാനം ഒരു ഡിപ്രഷൻ്റെ പേരങ്ങ് തലയിലിടും. എന്താ ചെയ്യുന്നതല്ലേ? നമ്മുടെ കാലം പോകുന്നൊരു പോക്കേ. ഇതിനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല അടിയാണ് കൊടുക്കേണ്ടത്. എൻ്റെ ഭാഗത്ത് നിന്ന് പറയുവാണെങ്കിൽ നല്ല ചൂട് ചട്ടവും പഠിപ്പിച്ച് ചന്തിക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാർക്ക് ഇരിക്കുകയും ചെയ്യരുത്, നിൽക്കുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തണം. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയപ്പോൾ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വാർത്തയോട് എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്ക് തരാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര പിശുക്കാണ്, മടിയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ലൈവിൽ വന്നാൽ പോലും ലൈക്ക് തരില്ല, അതാണ്. എന്നാൽ എല്ലാവരും വന്നിട്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കമൻറ്റ് ചെയ്യും, പക്ഷേ ലൈക്ക് തരില്ല. ലൈക്ക് തരാൻ മടിയുള്ള ആളുകളാണ്. അതുകൊണ്ട് എന്നാലും നാണം കെട്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ലൈക്ക് തരണം. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം. രാത്രിയിൽ ലൈവ് ഉണ്ടാവും, ലൈവിലും എല്ലാവരും പങ്കെടുക്കണം. എൻ്റെ അമ്മ ഇവിടെ കിടന്ന് കൂർക്കം വലിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ BGM ആയിട്ട് ആരും കരുതരുത്. ഇതൊരു BGM അല്ല, കൂർക്കം വലിയുടെ BGM ആണ്. കേട്ടോളൂ.